നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞു, തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു, സംഘടനയുടെ കാര്യങ്ങൾ പറഞ്ഞു, കുടുംബത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഫാമിലി വൈഫ് കോളേജ് അധ്യാപികയാണ്, കൊടുങ്ങല്ലൂർ MES കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് HOD ആണ്. ഇപ്പോൾ 2 മക്കളാണ്, മോനും മോളും. മോനിപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റൻ്റായിട്ട്. അതിന് മുമ്പ് ലാൽ ജോസിൻ്റെ കൂടെ ആഷിഖിൻ്റെ കൂടെ ഓരോ പടം ചെയ്തു. അവൻ ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ നിന്ന് ലണ്ടൻ ഫിലിം സ്കൂളിൽ നിന്ന് ഫിലിം ഡയറക്ഷനൊക്കെ പഠിച്ചിട്ട് വന്നിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്തായാലും നെക്സ്റ്റ് ഇയർ 2014 പടം ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വർക്ക്സ് ഒക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഒരു സ്ക്രിപ്റ്റ് വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അവൻ തന്നെയാണ് കഥയും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ദുൽഖർ സൽമാനാണ് നായകൻ. ഓക്കെ, സാറിൻ്റെ ഫാമിലി? എനിക്കും ഒരു ഭാര്യയും 2 മക്കളുമാണ്. എൻ്റെ ഭാര്യ ബാല ഇപ്പം ഹൗസ് വൈഫാണ്. മുമ്പ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. മക്കൾ മോനും മോളുമാണ്. മോൻ മൂത്തയാളാണ്. മോൻ അവൻ ഇംഗ്ലണ്ടിൽ ഇപ്പം ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. സിനിമയുടെ വഴി ആയിരിക്കും എന്ന് തോന്നുന്നു ലക്ഷ്യം. പിന്നെ മോള് ചെന്നൈയിലാണ്. മോള് ആർക്കിടെക്ചർ പഠിക്കുന്നു. അതും 4th ഇയറാണ്. അങ്ങനെ ഒരു ചെറിയ കുടുംബം. സാറിൻ്റെ ഇനി ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ പുതിയ പടം തുടങ്ങാൻ പോകുന്നത്. അടുത്ത മാസം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. നടൻ എന്നാണ് പേര്. അത് ജയറാമാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. നാടകക്കാരുടെ ജീവിതമാണ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാറിൻ്റെ ഫ്യൂച്ചർ പ്രോജക്റ്റ്? ഞാനിപ്പോൾ ആദ്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് 2 പുതിയ പ്രധാന വേഷങ്ങളിൽ പുതിയ ഒരു നായികയുമുള്ള സിനിമയുടെ മ്യൂസിക്കൽ ഫിലിമാണ്. പിന്നെയുള്ള എൻ്റെ ഒരു മേജർ പ്രോജക്റ്റ് ഉള്ളത് ഒരു പീരിയഡ് ഫിലിമാണ്. ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ നടന്നൊരു സോഷ്യൽ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതൊരു നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. കൂടുതലായിട്ടും വിഷയങ്ങളിൽ പരീക്ഷണം നടത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതൊരു ബോധപൂർവമായ ശ്രമമാണോ അതോ പുതിയ വിഷയങ്ങളോടുള്ള താല്പര്യമാണോ? അതെന്ന് വെച്ചാൽ ഞാനൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സിനിമ എന്താണെന്നുള്ളത് ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം ഇപ്പം ചെയ്തു കഴിഞ്ഞ ഒരു സിനിമ പോലെ ആകരുതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ. ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ വിജയിക്കും. അങ്ങനെ പല പരീക്ഷണങ്ങളിലേക്കും പോയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇടക്കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കി അറിയാം. ഇപ്പോൾ നിറം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. അത് യൂത്തിന് വേണ്ടിയിട്ടുള്ള അടിപൊളി സിനിമ എന്നുള്ള രീതിയിൽ നന്നായിട്ട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ എനിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ക്യാമ്പസ് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള വിഷയം ചെയ്യണമെന്ന് വെച്ചിട്ട് അടുത്ത് ഞാൻ ചെയ്ത പടം അതിനൊമ്പരക്കാറ്റാണ്. അത് വളരെ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് കാര്യമായിട്ട് ഓടിയില്ല. അപ്പോൾ വീണ്ടും അടുത്ത പ്രൊഡ്യൂസർ വന്നിട്ട് നിറം പോലെ ഒരു സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി നമ്മളെടുത്തു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇതൊരു വീണ്ടും ക്യാമ്പസ് സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി മേഘമൽക്കാരെടുത്തു. ഇങ്ങനെ മാറി പല രീതിയിൽ സിനിമകൾ ചെയ്ത ഒരു അവസ്ഥ എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നത് ശരിക്കും വളരെ വ്യക്തമായൊരു ധാരണ എന്നെക്കാളും കൂടുതൽ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയങ്ങൾ സമീപിക്കുക. ഞാനാണ് ഇടക്കാലത്ത് ഇങ്ങനെ വഴുതി എവിടെയൊക്കെയോ പോയി പിന്നെ തിരിച്ചു വരാം എന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്ത സിനിമകൾ നോക്കുമ്പോൾ ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം ഒരു ലൈറ്റ് ഹ്യൂമർ സിനിമയായിരുന്നു. പിന്നെ ദിനയാവർത്തനം പോലെയുള്ള വളരെ സീരിയസ് സിനിമ ചെയ്തു. അത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓഗസ്റ്റ് 1 പോലെയുള്ളൊരു ത്രില്ലർ ചെയ്തു. പിന്നെ ഹിസൈൻ അബ്ദുള്ള പോലെയൊക്കെയുള്ള മ്യൂസിക്കൽ ഫിലിം ചെയ്തു. അപ്പം എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന വിഷയം എനിക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അല്ല എന്നെ ചാർജ് ചെയ്യുന്നൊരു വിഷയം എൻ്റെ മുമ്പിൽ വരുമ്പോൾ അത് ചെയ്യാമെന്നുള്ളതാണ്. നിർമ്മാതാക്കൾ ചില പർട്ടിക്കുലർ വിഷയങ്ങളുമായിട്ട് വന്നിട്ട് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അത്ര നമ്മളെ ഇൻസ്പയർ ചെയ്യാത്ത സിനിമകളും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും സീനിയർ ഡയറക്ടേഴ്സ് ആയിരുന്നിട്ട് കൂടി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടോ? അതായത് ഒരുപാടൊന്നുമില്ല, പക്ഷെ നമ്മൾ മെയിനായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക നമ്മുടെ മലയാള സിനിമയുടെ ബഡ്ജറ്റാണ്. അതിലെന്തുകൊണ്ട് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കഥകൾ വലിയ ഒരു ഇതാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അതിനെ കുറയ്ക്കേണ്ടി വരും, നമ്മുടെ ബഡ്ജറ്റിലേക്ക് ഒതുക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയൊരു കോംപ്രമൈസ്. അത് നമ്മൾ മലയാള സിനിമയിൽ നിന്ന് എല്ലാ സംവിധായകരും അനുഭവിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പിന്നെ ഇപ്പോൾ പലരും മരിച്ചുപോയി, അതാണ് ഏറ്റവും വലിയൊരു ദുഃഖം. ഇപ്പോൾ നമുക്ക് ശങ്കരാടി ചേട്ടനെ പോലെ ഒരു ആക്ടർ മലയാളത്തിൽ ഇപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. തിലകൻ ചേട്ടൻ, മുരളി, ഒടുവിളി ചേട്ടൻ, ഓരോരുത്തരായിട്ട് ഇപ്പം
അമ്പിളിച്ചേട്ടൻ പോലും നമ്മൾ ആക്റ്റീവായിട്ട് സിനിമയിൽ വരാൻ വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. അമ്പിളിച്ചേട്ടന് ചെയ്യാൻ എത്രയോ കഥാപാത്രങ്ങൾ, ഏത് സിനിമ ചിന്തിക്കുമ്പോഴും നമുക്ക് അമ്പിളിച്ചേട്ടനെ മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ്. അപ്പം അമ്പിളിച്ചേട്ടനൊക്കെ സജീവമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. ഇത്രയും നേരം ഞങ്ങളോട് ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.